മതി. നീ അതിന്റെ ലോക്ക് പൊട്ടിക്കാൻ നോക്കണ്ട. നീ അവിടെ ഇറങ്ങി ഓടാൻ നോക്കണ്ട. കാരാഗ്രഹത്തിനകത്ത് ആരാധിക്കാൻ റെഡിയാക്. പ്രതികൂലത്തിനകത്ത് ആരാധിക്കാൻ റെഡിയാക്. കണ്ണുനീരിനകത്ത് ആരാധിക്കാൻ റെഡിയാക്. സ്വർഗം തുറക്കും, തുറക്കും, തുറക്കും. എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ചിലരുടെ വഴികൾ തുറക്കുകയാ. ഇന്ന് ഇതിനകത്ത് കയറി വന്നിരുന്ന ചിലതിന്റെ വഴി തുറക്കുകയാ. മോനെ പ്രിൻസി, നീ സ്വീകരിച്ചോ? നിന്റെ വഴി സ്വർഗത്തിൽ ദൈവം ഇന്ന് തുറക്കുകയാ. ഹല്ലേലൂയ. നീ സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ. ചൂടാലബര ഹസരിയാലബ ശബ്ദരാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാരംഭം മുതല് നിങ്ങൾ പാട്ടുകളിൽ എത്രത്തോളം ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. അഭിഷക്തന്മാർ പ്രാരംഭം മുതൽ പാടി ഓരോ പാട്ടുകളും പരിശുദ്ധാത്മാവിന്റെ ഒരു ടച്ചിങ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കണക്ട് ചെയ്ത് അവർ പാടിയ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവ് ഇന്നെന്ത് നിങ്ങളോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ എൻ്റെ അകത്തൊരു വേദഭാഗം തന്നു. അതൊന്ന് വായിച്ച് നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാം. വേഗത്തിൽ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം. ആമേൻ. ഹല്ലേലൂയ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആമേൻ. നിറഞ്ഞവനായി മടങ്ങി. ആമേൻ. ഈ പദവുമായിട്ട് 2-3 മിനിറ്റ് ഒന്ന് കണക്ട് ചെയ്താട്ടെ. ഹല്ലേലൂയ. നിറഞ്ഞവനായി മടങ്ങി. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, നിറഞ്ഞവനായി ഞാൻ പോകുന്നു. ആമേൻ. നിറഞ്ഞവനായി ഞാൻ പോകും. ആമേൻ. ഹല്ലേലൂയ. നിറഞ്ഞവനായി ഞാൻ. ഹല്ലേലൂയ. നിറഞ്ഞവനായി. ഒഴിഞ്ഞവനായിട്ടാ വന്നേ, ശൂന്യതയിലാ വന്നേ, നിരാശയിലാ വന്നേ, പ്രതികൂലത്തിലാ വന്നത്, മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിനകത്താ വന്നത്. ഇന്ന് സ്വർഗം നിന്നോട് ദൂതും സംസാരിക്കുന്നു. നീ നിറഞ്ഞവനായി. ഹല്ലേലൂയ. നിറഞ്ഞവനായി. ഹല്ലേലൂയ. നിറഞ്ഞവനായി. ആമേൻ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആ ഒരൊറ്റ പദം മാത്രമേ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ ബാങ്കിന്റെ ബാലൻസ് നിറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ഹല്ലേലൂയ. ആമേൻ. ആർക്കൊരു പിടക്ക് തോന്നല്ലേ? ഹല്ലേലൂയ. അക്കൗണ്ട് നിറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നീ നിറഞ്ഞാൽ, നീ അറിയാതെ നിന്റെ അക്കൗണ്ട് നിറയുമെന്ന്. പരിശുദ്ധാത്മാവിൽ നീ നിറഞ്ഞാൽ അറിയാതെ നിന്റെ കടങ്ങൾ മാറുമെന്ന്. പരിശുദ്ധാത്മാവിൽ നീ നിറഞ്ഞാൽ നിന്റെ വഴികൾ നീ അറിയാതെ തുറക്കുമെന്ന്. പക്ഷെ ചിലപ്പോ നമ്മുടെ പ്രാർത്ഥന എന്നാന്നറിയോ? പരിശുദ്ധാത്മാവ് നിറയാനുള്ള പ്രാർത്ഥന അങ്ങ് മറന്നുപോകും. നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എന്റെ വഴി തുറക്കണം, എന്റെ അക്കൗണ്ട് നിറയണം, എനിക്ക് നന്മ വരണം, വേണം, എല്ലാം വേണം. പക്ഷെ ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരും. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ. ഹല്ലേലൂയ. കാരണം പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്ത് വന്നാൽ നിന്റെ എവരി മേഖലകളിലെ ശൂന്യതകൾ നിറയും. ഹല്ലേലൂയ. നിന്റെ എല്ലാ മേഖലകളിലെ ശൂന്യതകൾ നിറയും. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിൽ നിറയണം ഇന്ന്. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ അഭിഷക്തന്മാർ പറഞ്ഞു, ഏലിയാവിന്റെ മേൽ നിന്ന് എലീശയുടെ മേലേക്ക് പുതപ്പ് വീണെന്ന്. ഞാൻ ചോദിക്കാം, ഏലിയാവിന്റെ കൂടെ നടക്കുകയാ എലീശ പറഞ്ഞില്ല എനിക്കൊരു 10 സെന്റ് വസ്തു വേണമെന്ന്. എന്റെ ആവശ്യമൊന്നുമല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ കുറച്ചല്ല ചോദിച്ച ഇരട്ടി പോഷൻ. ഹല്ലേലൂയ. നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് എനിക്ക് വേണ്ട, അതിലും മുകളിലെ റേറ്റ്, അതിലും മുകളിലെ വേണമെന്ന്. ഹല്ലേലൂയ. അവിടെ താഴേക്ക് വായിച്ചു വരുമ്പോ ഈ എലീശ ഈ പുതപ്പും കൊണ്ട് വന്ന്
യോർദാനെ അടിച്ചിട്ട് വിഭജിച്ച് കയറുമ്പോ രൂപനെ 50 പേര് നോക്കി നിന്നിട്ട് പറയുകയാ, ഏലീഷ്യാവിന്റെ മേല് വ്യാപരിച്ച ആത്മാവ് ഇവന്റെ മേലുണ്ട്. അവര് സാഷ്ടാംഗം വീണെന്ന് പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ നിറയാൻ തുടങ്ങിയ, പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വീഴാൻ തുടങ്ങിയ, ആരെല്ലാം നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ അവൻ നിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിക്ക്, കരമടിക്കാമെങ്കിൽ നന്നായി 2-3 മിനിറ്റുകൾ കരമടിച്ച്. എനിക്കറിയാം ഇന്ന് ചിലർ നിറയും, ചിലർ നിറയാൻ തുടങ്ങുകയാ, ചിലർ നിറയാൻ തുടങ്ങുകയാ, ചിലർ ഓവർഫ്ലോ ആകാൻ തുടങ്ങുകയാ, ചിലർ ഇന്ന് പകൽ ഓവർഫ്ലോ ആകാൻ. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞ യേശു യോർദാൻ വിട്ട് മടങ്ങി. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിറഞ്ഞവനായി. നമ്മൾ ഈ ഹല്ലേലൂയ ഭരണിയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ ഒന്നുകൂടെ കുലുക്കി നിറയ്ക്കുന്ന പോലെ, എവിടെയെങ്കിലുമൊക്കെ നിറയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കുലുക്കിയിട്ട് പിന്നെയും അതിനകത്ത് നിറയ്ക്കുന്നത് പോലെ എന്തോ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ചിലരുടെ അകത്തൊക്കെ എവിടെയോ ഒഴിഞ്ഞു കിടക്കുന്ന ചില മേഖലകളുണ്ട്, ചിലരുടെ അകത്തൊക്കെ എവിടെയോ ഒഴിവായി കിടക്കുന്ന സാഹചര്യമുണ്ട്. പരിശുദ്ധ ആത്മാവ് എവിടെയോ ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ എനിക്കറിയത്തില്ല. ഇന്ന് ചിലരുടെ കാലുകൾ തീ പിടിക്കുന്നത് പോലെ, ചില ശരീരങ്ങൾ തീ പിടിക്കുന്നത് പോലെ ഒരു അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ പകർച്ച. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണേ. ഹല്ലേലൂയ. ഇന്ന് ചിലരെ കർത്താവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാ. പരിശുദ്ധ ആത്മാവിൽ ചിലരിന്ന് നിറയാൻ ആഗ്രഹിക്കുകയാ. എനിക്കറിയത്തില്ല, ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നാവിനെ തൊടുന്ന ഒരു അഭിഷേകം, ശരീരത്തെ തൊടുന്ന ഒരു അഭിഷേകം, നിന്റെ വാഗ്ദത്തത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ഏതൊക്കെയോ ശൂന്യതയെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം, ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. പിന്നെ അങ്ങോട്ട് സുഖമായ യാത്രയൊന്നും അല്ലായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ പിശാച് നിന്റെ പുറകെ വരും. ആരും ഭയപ്പെടണ്ട. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, യേശുവിനെ 40 ദിവസം ഇവൻ എന്ത് ചെയ്താ പരീക്ഷിക്കുക. ഹല്ലേലൂയ. ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവിന്റെ അകത്ത് തന്നൊരു പദം, സത്യത്തിൽ യേശുവിന് അത് പരീക്ഷയല്ലായിരുന്നു, യേശുവിന് അതൊരു വിജയമായിരുന്നു. ഹല്ലേലൂയ. യേശുവിന് അതൊരു പരീക്ഷയല്ലായിരുന്നു, യേശുവിന് അതൊരു വിജയമായിരുന്നു. നീ എന്നെല്ലാം പ്രലോഭന എന്റെ മുന്നിൽ കൊണ്ടുവന്നാലോ അകത്തു വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ യേശു കർത്താവ് അതിനെ ജയിച്ചെങ്കിൽ ഇന്ന് ഞാൻ പറയാ, നിന്റെ മുന്നിൽ വഴി അടച്ച് നീ ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോ പിശാച് നിന്നെ നോക്കി പറയും, നിന്റെ വാഗ്ദത്തത്തെ നോക്കി പറയും, അത്രയും സമയം പോയി ആരാധിച്ചില്ലേ, എന്തിയെ നിന്റെ വാഗ്ദത്തം? നീ അവിടുന്ന് എന്താ പിടിച്ചോണ്ട് വന്നത്? നീ കാണുന്നത് ശൂന്യതയല്ലേ? ഹല്ലേലൂയ. ശൂന്യതയല്ല, നീ നിറഞ്ഞവനായി പോയതുകൊണ്ട്, ഹല്ലേലൂയ, നീ നിറവുമായി കണക്ട് ആയതുകൊണ്ട്, ഹല്ലേലൂയ. അടുത്ത പദം അവിടെ ആ പാരഗ്രാഫ് എല്ലാം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോ ഹല്ലേലൂയ അവിടെ എഴുതി വെച്ചിരിക്കണേ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിൽ മടങ്ങിച്ചെന്ന്. അടുത്ത പദം എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നെന്ന്. ഓ ഹല്ലേലൂയ. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, ഇപ്പൊ ഒരു പക്ഷെ നിന്റെ അയൽവക്കക്കാര് നിന്നെ നോക്കി മോശമായിട്ടാ പറയുന്നേ, നിന്റെ ചാർച്ചക്കാര്, നിന്റെ കൂടപ്പിറപ്പുകള് ഹല്ലേലൂയ നിന്നെ നോക്കി മോശമായിട്ടാ പറയുന്നത്. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പോയാ, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പോയാ, ഹല്ലേലൂയ, നിന്റെ ചുറ്റുമുള്ളവ നിന്നെ പറ്റിയുള്ളത്, നിന്നെ പറ്റി ഒരു സ്തുതി പരക്കാൻ തുടങ്ങുകയാ, നിന്നെ പറ്റി
നാട്ടിലൊക്കെയും ശ്രുതി പരന്നു. ആമേൻ. ഹല്ലേലൂയ. അടുത്ത പദം, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. ആമേൻ. ഹല്ലേലൂയ. 2, 1 നിന്നെ പറ്റി ചിലടത്തൊക്കെ അറിയാൻ തുടങ്ങും. 2, നിന്റെ മേ കിടക്കുന്ന നിയോഗം ഒളിഞ്ഞു കിടന്നത് അത് പുറത്തു വരുമെന്ന്. ഹല്ലേലൂയ. അത് പുറത്തു വരുമെന്ന്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിന്റെ തലമുറയെ പറ്റി ഒരു വാഗ്ദത്തമുണ്ട്. നിന്റെ തലമുറയെ പറ്റി ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പറയാ, പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്ത് നിറയാൻ തുടങ്ങിയ നീ അതിനകത്തേക്ക് കയറുമെന്ന്. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റ് നിന്നെന്ന് പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി നീ നിന്റെ കൂടാരത്തിനകത്തേക്ക് മടങ്ങിച്ചെന്ന് കൂടാരത്തിലില്ലാത്ത കൂടാരത്തിലില്ലാത്ത ആർക്കും ഇല്ലാത്ത ചില വചനങ്ങളുടെ വെളിപ്പാടുകൾ, വചനങ്ങളുടെ വെളിപ്പാടുകൾ, ചില വചനങ്ങളുടെ തിരിച്ചറിവുകൾ, കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞ, നിന്റെ അകത്ത് പരിശുദ്ധ ആത്മാവ് വ്യാപരിച്ച നീ ഒരു വചനം എടുത്തു വെച്ച് വായിച്ച അതിനകത്തുനിന്ന് ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. അതിനകത്ത് ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. ആ വീടിനകത്തുള്ള ആരോട് വേണമെങ്കിലോ വീടിനകത്തുള്ള ആർക്കു വേണ്ട ദൂതുകളോ നിന്റെ നാവിനകത്ത് തരുവാൻ പരിശുദ്ധ ആത്മാവിന്റെ ഒരു നിറവ്. കരമടിച്ച് 2-3 മിനിറ്റുകൾ. എന്നെ നിറയ്ക്കണമേന്ന്, എന്നെ നിറയ്ക്കണമേന്ന്, എന്നെ നിറയ്ക്കണമേന്ന്, എന്നെ നിറയ്ക്കണമേന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നെ നിറയ്ക്കണമേന്ന്. ആർക്കാ നിറവ് ഇന്ന് പകൽ ആവശ്യമുള്ളത്? ആർക്കാ നിറവ്? യേശുവിന്റെ നാമത്തിൽ ഈ പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ നിറഞ്ഞാൽ ഹല്ലേലൂയ, ശരീരം കൊണ്ട് ഒരു പക്ഷെ നീ ബലഹീനമാണ്. ഹല്ലേലൂയ. നിന്റെ സാഹചര്യം നോക്കിയാൽ നീ ബലഹീനമാണ്. നിന്റെ വീട് എഴുന്നേറ്റ് വരാൻ ഒരു സാധ്യതയുമില്ല. ഈ പരിശുദ്ധ ആത്മാവ് ചിലത് നിന്റെ വീടിനകത്തേക്ക് വിളിച്ചു കൊണ്ടുവരൂ. ഈ പരിശുദ്ധ ആത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് ചിലതിനെ വിളിച്ചു കൊണ്ടുവരൂ. പരിശുദ്ധ ആത്മാവ് നിന്റെ ലൈഫിനകത്ത് ചിലത് വിളിച്ചു കൊണ്ടുവരൂ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകൽ സ്വർഗ്ഗം ചിലതിനെ വിളിച്ചു കൊണ്ടുവരികയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ആത്മാവ് ചിലതിനെ ഇന്ന് പകൽ വിളിച്ചു കൊണ്ടുവരികയാ. പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഒരേ പ്രാർത്ഥിച്ചോ. പരിശുദ്ധ ആത്മാവ് നിന്റെ ലൈഫിനകത്ത് ചിലതിനെ വിളിച്ചു കൊണ്ടുവരുന്ന പോലെ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അസാധാരണ സാന്നിധ്യം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു ഭയങ്കര പകർച്ച, ഒരു ഭയങ്കര പകർച്ച. ഹല്ലേലൂയ. ചിലത് നിറയുന്നത് പോലെ, ചിലത് നിറയുന്നത് പോലെ, ചിലത് നിറയുന്നത് പോലെ. യേശുവിന്റെ നാമത്തിൽ 2-3 മിനിറ്റുകൾ ആ ദൂതുമായിട്ട് അത് കണക്ട് ആയിക്കേ. 2-3 മിനിറ്റുകൾ ആ വചനവുമായിട്ട് യേശുവിന്റെ നാമത്തിൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ എന്ന്, എന്നെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഒരാത്മാവിന്റെ സ്വാതന്ത്ര്യം തുറക്കുന്നു. തുറന്നു വരുന്നു. ഒരാത്മാവിന്റെ നിറവ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ രോഗങ്ങൾ സൗഖ്യമാകുന്നു.
ചിലതിനെ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം ഇപ്പോൾ വീഴുന്നത്. ആത്മാവാലോചന കൈമാറുന്നു. ആത്മാവിൽ ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ, ആത്മാവിൽ ചിലതിനെ സ്വീകരിക്കുവാൻ ഒരു അസാധാരണമായ പകർച്ച, ഒരു അസാധാരണമായ സാന്നിധ്യം. എനിക്കറിയത്തില്ലെങ്കിൽ വീടിനകത്ത് ചില പ്രതികൂലങ്ങളിൽ മിനിറ്റുകളിൽ പൊട്ടുന്നത് ആത്മാവാലോചന കൈമാറുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ആ നിറവ് കർത്താവ് ഇപ്പൊ തുറക്കുകയാ. നിറവിനെ കർത്താവ് തുറക്കുകയാ. ഹല്ലേലൂയ. യേശു പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി, നിറഞ്ഞവനായി. ഹല്ലേലൂയ. യോർദാൻ വിട്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ അതേ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. പിശാചിനാൽ നീ ഇനി പരീക്ഷിക്കപ്പെടത്തില്ല. നിന്റെ പുറകെ നടക്കുന്ന പിശാച് നിന്റെ വീടിനകത്ത് കൊണ്ടുവന്ന് ആഭിചാരം ചെയ്തു വെക്കുന്ന എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചില കൂടാരത്തിനകത്തു നിന്ന്, ചില കൂടാരങ്ങൾക്കകത്തു നിന്ന്, ചില ബന്ധനങ്ങളിൽ നാഴിയുന്നു. വഴിയടച്ച് വഴിയടച്ച് നിൽക്കുന്ന, വഴിയടച്ച് നിൽക്കുന്ന യോർദാന്റെ മേലൊഴുക്ക് നിന്നത് പരിശുദ്ധ ആത്മാവ് നിറഞ്ഞ അഭിഷക്തന്മാർ കാലുവെച്ചപ്പോൾ കരകവിഞ്ഞൊഴുകുകയാ. മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്റെ വഴിയടച്ച് നിൽക്കുകയാ. നീ ആത്മാവിൽ കാലുവെച്ചാൽ, നീ ആത്മാവിൽ സ്റ്റെപ്പ് വെച്ചാൽ അതിന്റെ മേലൊഴുക്ക് നിൽക്കുമെന്ന്, അതിന്റെ മേലൊഴുക്ക് നിൽക്കുമെന്ന്. ഏത് വലിയ യോർദാൻ ആണെങ്കിലും ആരെല്ലാം കരകവിഞ്ഞൊഴുകി നിന്നാലും നിന്റെ വാഗ്ദത്തത്തെ മുക്കാൻ നോക്കിയാലും ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ഇന്ന് പകല് എന്നെ നിറയ്ക്കണമെന്ന്, ഇന്ന് പകൽ എന്നെ നിറയ്ക്കണമെന്ന്. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ സ്വീകരിക്കണമെങ്കിലും നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കണമോ, നിങ്ങൾക്ക് കരമടിക്കണമോ, നിങ്ങളുടെ നാവുകളെ വിട്ടുകൊടുത്ത് ആരാധിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോണ്ട് ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് ചിലരെ കർത്താവ് നിറയ്ക്കും, ചിലരെ കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഈ പിശാചിന്റെ ചിന്ത നിന്റെ പുറകെ നടന്നങ്ങ് ബുദ്ധിമുട്ടിച്ച വീഴും, ഏതിലെങ്കിലും വീഴും. ഹല്ലേലൂയ. ഏതിലെങ്കിലും ഇവനെ കുടുക്കാം. ഹല്ലേലൂയ. ഇത് പറഞ്ഞ നിന്റെ പുറകെ നടക്കുന്ന പിശാചിനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ശാസിച്ച് അടുത്ത പദം അവിടെ എഴുതി വെച്ചേക്കുക. കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറിയെന്ന്. പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറിയെന്ന്. ഇന്ന് നീ ആത്മാവിന്റെ നിറവ് പ്രാപിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോയാ, പരിശുദ്ധ ആത്മാവിന്റെ നിറവ് പ്രാപിച്ച് മടങ്ങിപ്പോയാ, ഹല്ലേലൂയ, പിശാച് നിന്റെ പുറകിൽ നിന്ന് മാറുന്ന സീസണായത്. പിശാച് നിന്റെ പുറകിൽ നിന്ന് മാറിപ്പോകുന്ന സീസൺ. നിന്നെ ഞെരുക്കുന്ന പരീക്ഷകൾ. ഹല്ലേലൂയ. പരീക്ഷകൻ എന്നോട് പരിശുദ്ധാത്മ പ്രവചിക്കാൻ പറഞ്ഞൊരു പദം, പരീക്ഷകൻ ചില കൂടാരത്തിനകത്തുനിന്ന് ഓടിപ്പോകുകയാ. പരീക്ഷകൻ ചിലരുടെ വാഗ്ദത്തത്തിനകത്തുനിന്ന് ഓടിപ്പോകുകയാ. ഹല്ലേലൂയ. പരീക്ഷകൻ ചില വീടിനകത്തു നിന്ന്, പരീക്ഷകൻ ചിലരുടെ വാഗ്ദത്തത്തിന്റെ മുന്നിൽ നിന്ന്, പരീക്ഷകൻ ചില യേശുവിന്റെ നാമത്തിൽ ആന്റി സ്വീകരിച്ചു. പരീക്ഷകൻ ഓടിപ്പോകുകയാ. യേശുവിന്റെ നാമത്തിൽ എന്താ പരിശുദ്ധാത്മാവിനോട് ഭയങ്കരമായി കണക്ട് ആകുന്നു. വീടിനകത്തു നിന്ന് പരീക്ഷകൻ ഓടിപ്പോകുന്ന അഭിഷേകം തുറക്കുന്നു, അഭിഷേകം തുറക്കുന്നു. എനിക്കറിയാം ആത്മാവിനോട് പ്രവചിക്കുന്നു. തിരിച്ച് കാല് വെക്കുമ്പോൾ കാലുകൾക്കകത്തു നിന്ന് ഒരു തീ വീടിനകത്ത് വ്യാപരിക്കുന്നത് പോലെ, ഒരു തീ വീടിനകത്ത് വ്യാപരിക്കുന്ന പോലെ ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച. പരിശുദ്ധ ആത്മാവിന്റെ ഒരു തീഗോളം തലയിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെ. തൊടട്ടെ ദൈവസാന്നിധ്യ ശക്തിയോടെ.
പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, കഴിഞ്ഞ 6-7 മാസങ്ങളായി പരീക്ഷകൻ ബുദ്ധിമുട്ടിക്കുന്ന ചില വിഷയങ്ങൾ, പരീക്ഷകൻ പുറകെ നടന്ന് പ്രയാസപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, ഇന്ന് അതിന് ഫുൾ സ്റ്റോപ്പ് വീഴുകയാണ്. ആത്മാരോട് പറയുന്നു, ചില യാത്രകൾക്ക് വേണ്ടി റെഡി ആയിക്കൊള്ളാൻ, ചില വഴികൾക്ക് വേണ്ടി റെഡി ആയിക്കൊള്ളാൻ. നീ അടച്ചു വെച്ചെന്ന് പറഞ്ഞത് പിശാചിന് തുറക്കുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. അളവില്ലാതെ എന്നിലത് നിറയണമെന്ന്, എനിക്ക് മുട്ടോളമല്ല അരയോളമല്ല ഈ പകൽ നീന്തിയിട്ടല്ലാതെ നടപ്പാൻ കഴിയാത്ത ഒരാത്മാവിന്റെ പകർച്ച എനിക്ക് വേണോ, ഒരാത്മാവിന്റെ സാന്നിധ്യം. അങ്ങളെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, അങ്ങളോട് ശരീരത്തിൽ പുതിയ കേടായ അവയവം സ്വർഗം ഇന്ന് എടുത്തു മാറ്റുക. കേടായ അവയവം സ്വർഗം എടുത്തു മാറ്റി നീറ്റും ക്ലീനുമായ ഒരവയവത്തെ കർത്താവ് ശരീരത്തിൽ വെക്കുന്നെന്ന്. എനിക്കറിയില്ല, ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അന്തരീക്ഷത്തിനകത്ത്, അങ്ങയുടെ ശരീരത്തിനകത്ത് യേശു കർത്താവ് ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നു. എനിക്കറിയത്തില്ല, ഒരു ശസ്ത്രക്രിയ, ഒരു ഭയങ്കര തീ യേശുവിന്റെ നാമത്തിൽ, യേശുവിനെ തൊടുന്നു ഒരു തീ യേശുവിന്റെ നാമത്തിൽ തൊടുന്നു യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം ഈ അന്തരീക്ഷത്തിനകത്ത്. രോഗമിപ്പോൾ ഹീലാവുന്നു യേശുവിന്റെ നാമത്തിൽ. രോഗമുള്ള അവയവത്തെ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ ഇറങ്ങി വന്ന് തൊടുന്നു. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ശക്തിയോടെ
പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നൊരു പദം, ഏലിയാവ് ചെയ്തതിലും ഇരട്ടി ശുശ്രൂഷ എലീശ ചെയ്ത പോലെ. പരിശുദ്ധാത്മാവോട് പ്രവചിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ശക്തമായൊരു ശുശ്രൂഷയുടെ മാൻഡിലിനെ കർത്താവിന് അസാധാരണമായ നിലയിൽ തുറക്കുക. എന്നോട് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ഒരു ചർച്ചിനെ നയിക്കുവാൻ റെഡി ആയിക്കൊള്ളാൻ, ഒരു ചർച്ചിനെ നയിക്കുവാൻ, ഒരു ഏരിയ ഫുള്ളി കൺട്രോൾ ചെയ്യത്തക്ക നിലയിലാണ് ആത്മാ ഭയങ്കരമായ ശുശ്രൂഷയുടെ മാൻഡിലിനെ, ഒരു ശുശ്രൂഷയുടെ മാൻഡിലിനെ ആത്മാവിന് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ആവട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ശുശ്രൂഷയുടെ പരിശുദ്ധ പ്രാപിച്ചോ. ദയവായി ആരും കാഴ്ചക്കാരായി ഇരിക്കരുതേ, ദയവായി ആരും കാഴ്ചക്കാരായി ഇരിക്കണ്ട. എനിക്കറിയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിൽ ചിലതിനെ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ആത്മാവ് നിറഞ്ഞവനായി. ആത്മാവിൽ ഫുൾഫിൽ ആവുക. ഹല്ലേലൂയ. ആത്മാവിൽ നിറയുക. പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ഓടി വന്നൊരു ഭാഗം ഒന്ന് വായിക്കാം. ഞാൻ ഹല്ലേലൂയ അവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ആ ഭാഗം വരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എടുത്തോ, ഞാൻ തന്നെ വായിക്കാം. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ട് ആർത്തു. ഓ ജീസസ്, ആമേൻ, ഹല്ലേലൂയ. അടുത്ത 15 ചേർത്ത് വായിച്ചു ആന്റി. ഓ, അവൻ കഴുതയുടെ പച്ച താടിയെല്ലെടുത്ത് കൊന്നു. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എപ്പോഴാ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ? യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ. ഓ രൂപനെ, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ. ഇന്ന് യഹോവയുടെ ആത്മാവ് ആർക്കാ വേണ്ടേ? യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോ, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോ, നിന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് നീ ചിലതിനെ കൊല്ലുമെന്ന് പച്ച താടിയെടുത്ത്, പച്ച താടിയെടുത്ത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ ആത്മാവ്, യഹോവയുടെ
വാറ്റത്തെ തല മുതൽ കാലുവരെ കെട്ടിയ കെട്ട് ഓ യേശുവിന്റെ ഓ പൊട്ടുന്നു 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 യേശുവിന്റെ നാമത്തിൽ. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വന്ന യഹോവയുടെ ആത്മാവ് ഹല്ലേലൂയ. മോനെ ലിബിനെ നീ പ്രാർത്ഥിച്ചു. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വന്ന നാളുകളായി നിന്റെ വഴി അടച്ചു നിൽക്കുന്ന നാളുകളായി നിന്റെ വഴി അടച്ചു നിൽക്കുന്ന ഹല്ലേലൂയ യാത്രകളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ശബരബലബലബ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ഈ ആത്മാവിനെ കൊണ്ട് ഇവിടുന്ന് പോകാവുള്ളൂ. ഇന്ന് ഈ ആത്മാവിനെ കൊണ്ട് ഇവിടുന്ന് പോകാവുള്ളൂ. ഇവിടെ വിട്ടേച്ച് പോകരുത്, ഇവിടെ കളഞ്ഞിട്ട് പോകരുത്. ഹല്ലേലൂയ. നിന്നെ നാളുകളായി കെട്ടി വെച്ചിരിക്കുന്ന നിന്നെ നാളുകളായി പൂട്ടി കെട്ടിയിരിക്കുന്ന അത് ചണനൂല് പോലെ കരിയണമെങ്കിൽ ഹല്ലേലൂയ ഈ ആത്മാവ് നിന്റെ മേൽ നിന്ന് വരണം. ഈ ആത്മാവ് നിന്റെ മേൽ നിന്ന് വരണം. ഈ ആത്മാവ് നിന്റെ മേൽ വരണം. ഓ ഒന്ന് പാടിയ 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 പരിശുദ്ധാത്മാവേ 2-3 മിനിറ്റുകൾ പാടിക്കോ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ എന്നിൽ വരണമേ എന്ന് പാടിയോട്ടെ. അളവില്ലാതെ അറിയാവുന്നവരെല്ലാം ആ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടിയോട്ടെ. പരിശുദ്ധ ആത്മാവേ പരിശുദ്ധ ആത്മാവേ പാടിക്കോ പാടിക്കോ ഹല്ലേലൂയ. ഇന്ന് നിന്റെ മേൽ അത് തുറക്കുകയാ ആ ആത്മാവ് ആ ആത്മാവ് ഹല്ലേലൂയ. അളവില്ലാതെ അളവില്ലാതെ നിനക്കാരെങ്കിലും എന്തെങ്കിലും തന്ന അതിനെല്ലാം അളവുണ്ട്, അതിനൊക്കെ കണക്കുണ്ടച്ചാ. ഹല്ലേലൂയ. ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും സാധനം തന്ന അതിന് കണക്കുണ്ട്. പക്ഷെ അളവില്ലാതെ ഓ അളവില്ലാതെ അളവില്ലാത്ത ആത്മാവിന്റെ ഓ ചുറബബബബ ഇത് വേറെങ്ങും കിട്ടത്തില്ല. ഹല്ലേലൂയ. ഈ ആത്മ സാന്നിധ്യത്തിൽ ഈ ആത്മ സാന്നിധ്യത്തിൽ നിങ്ങളുടെ മേൽ ഓ ജീസസ് ഹല്ലേലൂയ. ശിംശോനെ പിടിച്ചു കെട്ടി. ഹല്ലേലൂയ. എന്നിട്ട് ഫെലിസ്ത്യന്മാർ എന്താ ചെയ്യുന്നറിയാമോ? ഇവനെ കണ്ടിട്ട് ആർത്ത് എന്ന് വെച്ച് ഇവനെ കളിയാക്കുക. ഹല്ലേലൂയ. പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഇവനെ നോക്കി കളിയാക്കുക. എന്തോ പരിശുദ്ധാത്മാവ് പദം പറയുന്നു, നിന്നെ നോക്കി കളിയാക്കുന്നവർ, നിന്നെ നോക്കി കളിയാക്കുന്നവരുടെ മുന്നിൽ നിന്റെ മേൽ അതിനെ തിരിക്കുന്ന ഒരാത്മാവ് വെളിപ്പെടും. അതിനെ ഓവർകം ചെയ്യുന്ന ഓ അതിനെ തിരിക്കുന്ന അതിനെ അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂല് പോലെയായി. ഹല്ലേലൂയ. ആരെങ്കിലും ഇവിടെ തീ വെച്ചോ? ആരെങ്കിലും ഇവിടെ ഹല്ലേലൂയ ലൈറ്റർ കത്തിച്ചോ? പരിശുദ്ധയാത്മാവ് വന്നപ്പോൾ പരിശുദ്ധയാത്മാവ് വന്നപ്പോൾ ഹല്ലേലൂയ ആദ്യം എന്താ സ്വാതന്ത്ര്യം കിട്ടിയെന്നറിയോ? നിന്റെ കൈക്ക്. ഹല്ലേലൂയ. അവന്റെ കൈക്ക് സ്വാതന്ത്ര്യം കിട്ടി. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സിസ്റ്ററെ കൈ അടിക്കാൻ പറ്റുന്നില്ല, കൈക്ക് ഭയങ്കര വേദന, ഷോൾഡറിന് വേദന. എൻ്റെ ഭാഷ പറഞ്ഞ പിശാച് കെട്ടുന്നൊരു കെട്ട, പിശാച് കെട്ടുന്നൊരു കെട്ട. കാരണം നീ കൈ അടിച്ച് ആരാധിക്കരുത്. ഹല്ലേലൂയ. നോക്കി, ഇവിടെ ശിംശോന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ
ഫസ്റ്റിലെ ഹല്ലേലൂയ അവന്റെ കൈ കെട്ടിയിരുന്ന കയർ അഴിഞ്ഞത്. കാരണം എന്താണെന്നറിയോ? ഈ കൈയുടെ ബന്ധനം അഴിഞ്ഞാലേ ഇവൻ ഈ പച്ച താടിയല് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ കൈയുടെ ബന്ധനം പൊട്ടിയാലേ ഹല്ലേലൂയ ഈ പച്ച താടിയല് പിടിക്കണമെങ്കിൽ ഫസ്റ്റ് പിശാച് കെട്ടിയതിന്റെ കൈയുടെ ബന്ധനം അഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയുടെ കെട്ട് അഴിഞ്ഞു. അടുത്തത് പച്ച താടിയെടുത്ത് ഹല്ലേലൂയ കൈ നീട്ടി. അമ്മേ, കൈ നീട്ടി. അവിടെ ആ പദമൊക്കെ ഹല്ലേലൂയ ഒത്തിരി ഭയങ്കര പവറാകട്ടോ. കൈ നീട്ടി. ഇന്നലെ വരെ നിന്റെ കൈ ചുരുട്ടിക്കെട്ടിയില്ലേ? ആ പിശാചിനെ തുരത്താൻ നീ തന്നെ കൈ നീട്ടി ആയുധം എടുക്കുമെന്ന്. ഓ ഹല്ലേലൂയ, നീ തന്നെ ആയുധം എടുക്കുമെന്ന്. നിന്റെ കൈ കൂട്ടിക്കെട്ടിയിട്ട് നിന്നെ നോക്കി അവൻ കളിയാക്കിയില്ലേ? അവനെ നോക്കി പറ, എന്റെ യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നാൽ. ആ ഒരു സെക്കൻഡ് മതി, ആ ഒരു ടൈം മതി, ആ ഒരു സെക്കൻഡ് മതി. ഹല്ലേലൂയ. കൈയുടെ ബന്ധനം അഴിഞ്ഞു. പച്ച താടിയെല്ലാം എടുത്തു. എന്താ പരിശുദ്ധാത്മാവിനോട് ഇന്ന് പകൽ പ്രവചിക്കാൻ പറയുന്നു. ചിലരുടെ കരത്തിനകത്തെ കെട്ടുകളെ സ്വർഗം ഇന്ന് അഴിക്കുകയാ. ചില കരങ്ങളുടെ ബന്ധനങ്ങൾ ഇന്ന് അഴിക്കുകയാ. ചിലരുടെ കരങ്ങളുടെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലരുടെ കരങ്ങളിലെ ബന്ധനങ്ങൾ ഇന്ന് അഴിയുന്നു. കരങ്ങളെ കെട്ടി നീ ആരാധിക്കാതെ, ഈ കരത്തിൽ നീ ഒരു നന്മ അനുഭവിക്കാതെ, ഈ കരത്തിൽ കൂടെ നീ ഒരു വിശാലത അനുഭവിക്കാതെ, നീ ഒരു കാര്യം ചെയ്യാതെ നിന്റെ കാര്യത്തെ കെട്ടിയത്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. കരത്തിനകത്ത് കരം കൊണ്ട് സൈൻ ചെയ്ത് ഹല്ലേലൂയ ചില നന്മകൾ വാങ്ങിക്കേണ്ട ചിലരുടെ വഴികളെ അടച്ചു വെച്ചത് ഇന്ന് സ്വർഗത്തിലെ ദൈവം അഴിക്കുന്നു. ആ ആന്റി അവിടെ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരം കൊണ്ട് സൈൻ ചെയ്ത് ഹല്ലേലൂയ മേടിക്കേണ്ട നന്മയെ കെട്ടിയത് ഇന്ന് പകൽ ദൈവം എവിടെ നീ ഉപയോഗിക്കപ്പെടും, നീ എവിടെ നന്മ അനുഭവിക്കും, അതിനെ പിശാച് കെട്ടും, അതിനെ പിശാച് അടയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ അതിനെ കൈ നീട്ടി പിടിച്ച് ബന്ധിച്ച് വെച്ച നിന്റെ കൈ കൊണ്ട് നീ കൈ നീട്ടി. ഓ ശബറഖസധേരിയ, നീ കൈ നീട്ടി. ഹല്ലേലൂയ. ഇവന്മാര് ഹല്ലേലൂയ ശിംശോനെ കൂട്ടിക്കെട്ടിയിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ശിംശോനെ, ഇനി നിനക്ക് രക്ഷയില്ല, നീ പിടിക്കപ്പെട്ടു, ഇനി നിനക്ക് ഫെലിസ്ത്യന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹല്ലേലൂയ നിനക്ക് യഹോവയുടെ ആത്മാവ് മതി. ഓ ശാറകസന്ധേരിയാദര ഹാൽബ്രാ ജഗക്ഷ ഭ്രമരഘടകസിയ. ആത്മാവുള്ളവൻ കുറുക്കന്റെ വാല് വാലോട് കൂട്ടിക്കെട്ടി അതിനകത്ത് പന്തം വെച്ച് തീ കൊളുത്തിയപ്പോ അവന്റെ വയല് കത്തിയെങ്കിൽ നീ ഇന്ന് വീടിനകത്ത് ചെല്ലുമ്പോ ചില ഫെലിസ്ത്യ മണ്ഡലങ്ങൾ നിന്റെ മുന്നിൽ ഓടിപ്പോകുന്ന സമയമാ. ഓടിപ്പോകുന്ന ഇന്നലെ വരെ നിന്നെ കളിയാക്കിയത്, ഇന്നലെ വരെ നിന്നെ അപമാനിച്ചത്, ഇന്നലെ വരെ നിന്നെ നോക്കി ഹല്ലേലൂയ പച്ചത്താടിയെല്ലാം എടുത്ത് കുന്നൊന്ന് കുന്ന് രണ്ടെന്നും പറഞ്ഞോണ്ട് ഹല്ലേലൂയ അവനവിടെ അഭിഷേകത്തിന്റെ പ്രക്രിയ ചെയ്യുക. ഞാൻ അങ്ങനെ പറയണേ, അവൻ അഭിഷേകത്തെ ഹല്ലേലൂയ അവന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തെ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുവാന്ന്. ഹല്ലേലൂയ
ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയട്ടെ. ഇന്ന് പകൽ ഇവിടുന്ന് നിറയുന്ന അഭിഷേകം നിന്റെ വീടിനകത്ത് പ്രകടമാകാൻ തുടങ്ങുകയാ. നിന്റെ ആത്മമണ്ഡലത്തിൽ നിന്റെ വീടിനകത്ത് പ്രകടമാകാൻ, നിന്റെ വീടിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിന്ന് വ്യാപരിക്കുന്ന അഭിഷേകം പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. ഇന്നിവിടെ നിന്ന് വ്യാപരിക്കുന്ന അഭിഷേകം നീതിപീഠത്തോട് ഇടപെടുമെന്ന് ആന്റി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു. ആത്മാവിനോട് പ്രവചിക്കുന്നു. ഇപ്പൊ നിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഭയങ്കര ശൂന്യതയാ, എങ്ങനെയെന്നറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, അടുത്ത 50 ദിവസത്തിനകം ഈ പരിശുദ്ധ ആത്മാവ് നിന്റെ മകനെ പുറത്തു കൊണ്ടുവരുമെന്ന്. ഓ ശരബല ഹന്തരാധല, ആർക്കും ചെല്ലാൻ പറ്റാത്ത, മാനുഷികമായി ഇടപെടാൻ പറ്റാത്ത ചില ഏരിയകളിൽ ഹല്ലേലൂയ ആത്മാവ് പ്രവചിക്കുകയാ. ഹല്ലേലൂയ ദൈവം ഇടപെടുമെന്ന്, ദൈവം ഇടപെടുമെന്ന്. ഇന്നിവിടെ വന്നത് വെറുതെ അല്ലെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിനൊരു ഭയങ്കര നിറവ് തുറക്കുന്നു. ശിംശോനെ കെട്ടിയിട്ടു. ഹല്ലേലൂയ ശിംശോൻ അതിനെ ഊരിപ്പോയി. ബൈബിൾ നമ്മൾ പഠിച്ചാൽ ഒത്തിരി ഭാഗത്തിൽ പല ഭാഗങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, ദാവീദിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു എന്നൊക്കെ ഭയങ്കരമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയും, ഈ യഹോവയുടെ ആത്മാവ് വന്നാൽ നീ ജയിക്കും. ഹല്ലേലൂയ നമ്മൾ ജയിക്കും. അപ്പൊ ഞാൻ ഒരു ദൂത് പറയട്ടെ, ഇനി എനിക്ക് പരാജയമില്ലെന്ന് പറ. ഇനി എനിക്ക് പരാജയമില്ല. കാരണം ഇന്ന് ഈ ആത്മാവ് എൻ്റെ മേൽ വരും. ഈ ആത്മാവ് എൻ്റെ മേൽ വരും. ഹല്ലേലൂയ ഈ ആത്മാവ് എൻ്റെ മേൽ വരും. എനിക്ക് ഉറപ്പുണ്ട്, ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ ചിലർ ആത്മാവിൽ ഒന്നുകൂടെ നിറയും. പരിശുദ്ധ ആത്മാവിൽ ചിലർ നിറയും. ഹല്ലേലൂയ ചിലരുടെ നാവിൽ നിന്ന് അടഞ്ഞുപോയ അഭിഷേകം, ചിലരുടെ നാവിൽ ഹല്ലേലൂയ അടഞ്ഞുപോയ അഭിഷേകത്തെ ആത്മാവിന് തുറക്കും. ഹല്ലേലൂയ ആത്മാവിന് തുറക്കും, ആത്മാവിന് തുറക്കും. ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് ഓ ശബബബര ഹസ്തരാധര. ഓ ഹല്ലേലൂയ നിങ്ങൾ പറഞ്ഞ് നിറയ്ക്കുക, നിറയ്ക്കുക. ആ പദം നിങ്ങൾ പറ, നിറയ്ക്കുക, നിറയ്ക്കുക, നിറയ്ക്കുക. ഹല്ലേലൂയ നിറയ്ക്കുക. ആ പദം നിങ്ങൾ പറഞ്ഞാട്ടെ, നിറയ്ക്കുക. ഹല്ലേലൂയ നിറയ്ക്കുക. എന്തോ ആ പദം ഭയങ്കരമായി ഇതിനകത്ത് ഇടപെടുന്നു. നിറയ്ക്കുക, ഓ നിറയ്ക്കുക. ഇന്ന് ചിലരുടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാ, ചിലർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാ, ചിലർ ആത്മാവിൽ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി ആലയത്തിനകത്തേക്ക് കയറി ചെന്ന് യെശയ്യാ പുസ്തകം എടുത്തു വെച്ച് വായിച്ചു. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി ചെന്നിട്ട് ഹല്ലേലൂയ യെശയ്യാവിന്റെ പുസ്തകം വായിപ്പാൻ കൊടുത്തു. വിടർത്തി വെച്ചിട്ട് പറയുകയാണ്, ഞാനങ്ങ് വായിച്ചു വിടാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഓ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് വന്നിട്ട് നിറഞ്ഞിട്ട് ഹല്ലേലൂയ താൻ വളർന്ന നസ്രയത്തിൽ ചെന്ന് നിന്നോണ്ട് പ്രസംഗിക്കുകയാ. എന്താ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവന്റെ ആത്മാവ് എന്റെ മേൽ
ആരോട് സുവിശേഷം അറിയിപ്പാനാ? ദരിദ്രന്മാരോട്. ചില സമയത്ത് നമ്മളെ ദാരിദ്ര്യത്തിലിരിക്കുക. ഹല്ലേലൂയ. ഇതാ നമ്മുടെ പലപ്പോഴുള്ള അവസ്ഥ. ഹല്ലേലൂയ. ഇന്നത് പൊട്ടണം. അതൊക്കെ ഇവിടെ കളഞ്ഞിട്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. ആ ചിന്തയൊക്കെ ഇവിടെ കളയണം. അടുത്ത പദവേ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും, ഹല്ലേലൂയ, പീഡിതന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നിന്നെ അയച്ചത് എന്തിനാണെന്ന് അറിയാമോ? നിന്നെ വിളിച്ച് വേർതിരിച്ചത് എന്തിനാണെന്ന് അറിയാമോ? നിനക്ക് നിന്റെ മേലൊരു നിയോഗം തന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്നെ കൊണ്ട് എനിക്കൊരു ശുശ്രൂഷ ചെയ്യിക്കാനുണ്ട്. നിന്നെ കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്യിക്കാനുണ്ട്. നിന്നെ കൊണ്ട് എനിക്ക് ചില ദൈവ പ്രവർത്തികൾക്ക് പരിശുദ്ധ ആത്മാവനോട് പ്രവചിക്കുന്നു. ഇതിനകത്ത് ഇന്ന് നിൽക്കുന്ന ചിലരെ, ഹല്ലേലൂയ, ചില ഗ്രൂപ്പുകൾക്ക്, ചില ചർച്ചുകൾക്ക്, ചില മിനിസ്ട്രികൾക്ക് മുന്നിൽ നിർത്തുവാൻ ദൈവം അഭിഷേകം ചെയ്തെന്ന്, ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണെന്ന് ആത്മാവാലോചന കൈമാറുകയാ. ആ ആത്മാവ് എന്റെ മേൽ വരണമെന്ന്, ആ ആത്മാവിൽ ഞാൻ നിറയണമെന്ന് എത്ര പേർ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുണ്ട്? 2-3 മിനിറ്റുകൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. എന്താ പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു നിയോഗം തരുന്നു? നിറയുക. ആ പദം എന്നോട് ഭയങ്കരമായി പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. പറയും നിറയുക, നിറയുക. നിറയുക. ആർക്ക് ആഗ്രഹമുണ്ട് നിറയണമെന്ന്? നിറയുക. ഹല്ലേലൂയ. ഓ റബ ശകരവന ഹസ്തരിയാദര. എനിക്കറിയാം ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക്, ഹല്ലേലൂയ, ഒരു കീബോർഡിന്റെ റിതം കേൾക്കാനോ ഒരു പാട്ട് പാടാനോ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. ഹല്ലേലൂയ. നിറയുക. നിറയുക. എന്തിനാ? അടുത്തൊരു നിയോഗത്തിന് വേണ്ടി, അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, അടുത്തൊരു വാഗ്ദത്തം ചുമക്കുവാൻ, ഇവനെ അടുത്ത ചിലരോട് സുവിശേഷം പറയുവാൻ, അടുത്തൊരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി, അടുത്തൊരു ഉണർവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. നിന്റെ വീടിനകത്തെ ശൂന്യത ഈ അഭിഷേകം പൊട്ടിക്കൂ. അഭിഷേകത്തിന്റെ ശക്തിയാ നൂകങ്ങൾ തകരുമെങ്കിൽ, അഭിഷേകത്തിന്റെ ശക്തിയാ നൂകങ്ങൾ തകരുമെങ്കിൽ ഇന്നീ അഭിഷേകം ഹല്ലേലൂയ. ഈ അഭിഷേകത്തിൽ നീ നിറഞ്ഞാൽ നീ ചിലരോട് സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആത്മാവിൽ നീ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. മാനുഷികമായി നീ സംസാരിക്കത്തില്ല, മാനുഷികമായി നീ ഇടപെടത്തില്ല. ആത്മാവിൽ നിങ്ങൾ ഇടപെടാൻ തുടങ്ങും. ആമേൻ. ഇതാ പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ, പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്ത് കൊണ്ടുവരുന്ന പ്രത്യേകത. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്ത് വന്നാൽ ദൈവഹിതമില്ലാത്തത് എല്ലാത്തിനോടും നീ നോ പറയും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും അങ്ങനെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അങ്ങനെ കളയാനുണ്ടെങ്കിൽ ഇന്ന് പറ, പരിശുദ്ധ ആത്മാവേ, ഹല്ലേലൂയ, അതിനെ തിരുത്തുന്ന ഒരു അഭിഷേകം, അതിനെ മറികടക്കുന്ന ഒരു അഭിഷേകം, അതിനെ ജയിക്കുവാൻ തക്ക ഒരു അഭിഷേകം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, ഹല്ലേലൂയ, ഈ വെട്ട ഉള്ളിടത്ത് ചില സമയം നമ്മൾ കാണാറുണ്ട് ഈയലെന്നല്ലേ നിങ്ങളും പറയുന്നേ, അല്ലെ? ഈയല് പൊങ്ങുന്ന സമയം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ അവിടേക്ക് ഈയല് വരും. ഹല്ലേലൂയ. അങ്ങോട്ട് പറക്കും. നമ്മൾ ഒരു ലൈറ്റ് ബാക്കി എല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു മുറിയിൽ ലൈറ്റ് ഇട്ടാലും അങ്ങോട്ടേക്ക് വരും. ഇത് എത്ര അടച്ചിട്ടാലും അത് അങ്ങോട്ട് വെട്ട ഉള്ളിടത്തേക്ക് വരും. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, നിന്നെ തേടി ചിലത് വരുമെന്ന്. ഹല്ലേലൂയ. നിന്നെ തേടി ചിലത്. നീ എങ്ങും അതിനെ തേടി പോകണ്ട. നീ വാഗ്ദത്തം തേടി എങ്ങും പോകണ്ട. നീ ശുശ്രൂഷ തേടി എങ്ങും പോകണ്ട. നീ ജോലി തേടി കയറി ഇറങ്ങണ്ട. നീ ഇരിക്കുന്ന റൂമുകൾക്കകത്ത് നിനക്കുള്ള വഴി തുറക്കും. ഓ, നിറയ്ക്കുക, നിറയ്ക്കുക. എന്റെ പ്രശ്നം, ഹല്ലേലൂയ, ഇന്നത്തെ ശുശ്രൂഷയുടെ, ഹല്ലേലൂയ, ആ പേര് ഞാൻ അങ്ങനെ ഇടുകയാ. നിറയ്ക്കുക. ഹല്ലേലൂയ. നിറയ്ക്കുക. ഓ, ഹല്ലേലൂയ. നിറയ്ക്കുക.
ശക്തിയാ നിറയ്ക്കുക. ഓ പാടിയാട്ടെ പാടിയാട്ടെ എല്ലാവരും വായി തുറന്ന പാദമൊന്ന് പാടിയാറ്. നിറയ്ക്കുക നിന്നഗ്നിയാ നിറയ്ക്കുക നിൻ ശക്തിയാ. പറഞ്ഞേ ഹല്ലേലൂയ. ഓ ശമരമ മുത്തോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഈ അന്തരീക്ഷത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളില് ശാന്തമായി നിങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഒരാത്മാവിന്റെ വലിയ സാന്നിധ്യം, ഒരാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ ഹല്ലേലൂയ ഈ ഹോളിനകത്ത് ചലിക്കുന്നു. ഒരഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി. എല്ലാവരും ആ പദം ഒന്ന് പാടിയാട്ടെ. നിറയ്ക്കുക. ഓ നിറയ്ക്കുക. ഓ നിറയ്ക്കുക. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. 2-3 മിനിറ്റുകൾ പ്രാർത്ഥനയിൽ കണക്റ്റായാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിറവ്, ഒരു നിറവ്, ഒരു നിറവ്. ആത്മാവിന്റെ ഒരു ഭയങ്കര നിറവ്, ആത്മാവിന്റെ ഒരു ഭയങ്കര സാന്നിധ്യം ശക്തമായി തുറക്കട്ടെ. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ശക്തിയോടെ ശക്തിയോടെ. ഹല്ലേലൂയ. ഒരാത്മാവിന്റെ നിറവ്. ഓ മുട്ടോളമല്ല അരയോളമല്ല. ഹല്ലേലൂയ. നീന്തിയിട്ടല്ലാതെ പ്രവാചക ചരടെടുത്തഴുന്നപ്പോ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദി അതിനകത്ത് ഒഴുകിയെങ്കിൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും യേശുവിന്റെ നാമത്തിൽ ഒരഭിഷേകം തുറക്കട്ടെ. ശക്തമായ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം ശക്തമായി തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ഒരു അസാധാരണ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ഒരു സാന്നിധ്യം ശരീരത്തിനകത്ത് ശക്തമായി യേശുവിന്റെ നാമത്തിൽ ഒരു നിറവ് സംഭവിക്കട്ടെ. ഒരു നിറവ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു നിറവ്, യേശുവിന്റെ നാമത്തിൽ ഒരു നിറവ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു നിറവ്, യേശുവിന്റെ നാമത്തിൽ. യഹോവയുടെ ആത്മാവ് വന്ന ശിംശോൻ കെട്ടിയിട്ടുകൊണ്ട് വന്നവരുടെ മുന്നിൽ ജയിച്ചെങ്കിൽ അടുത്ത മിനിറ്റുകളിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആ ആത്മാവ് നിങ്ങളുടെ മേൽ തുറക്കും. എനിക്കുറപ്പുണ്ട് ചിലരുടെ മേൽ ആ ആത്മാവ് ഇന്ന് ഇവിടെ വീഴും. നമ്മൾ ആരാധിക്കാൻ റെഡി ആയിക്കോ. ഹല്ലേലൂയ. ആ ആത്മാവ് ഇന്ന് ഇതിനകത്ത് വീഴും, ആ ആത്മാവ് ഇതിനകത്ത് വീഴും. പച്ചത്താടിയല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്നും പറഞ്ഞ് ആ പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, എനിക്കൊരാത്മ പകർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വേഗത്തിൽ ഫെട്ടിലേക്ക് കയറി നിന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. എനിക്കൊരാത്മാവിൻ്റെ പകർച്ച വേണം, എനിക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും
ധൈര്യമുണ്ടെങ്കിൽ മടി നൂടണ്ട. ഹല്ലേലൂയ, ഇത് നിങ്ങളുടെ സമയമാ. കരുതി നട. ഹല്ലേലൂയ. ദയവായി ഇവിടെ കരുതി ഈ സൈഡിലാക്കി നിന്നോട്ടെ. ഹല്ലേലൂയ. എനിക്ക് ആത്മാവിന്റെ ഒരു പകർച്ച, ആത്മാവിന്റെ ഒരു പകർച്ച എനിക്ക് വേണമെന്ന്, ആത്മാവിന്റെ ഒരു സാന്നിധ്യം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ. ഓ, എനിക്കൊരു രോഗസൗഖ്യം ആവശ്യമാണ്, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങൾ കരുതാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ചൂടാറാവാല ഹസ്തരാധര. ഹല്ലേലൂയ. ആന്റിമാരി ഫ്രണ്ടിലേക്ക് നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയവായി ആരും കാഴ്ചക്കാരായി ഇതിനകത്ത് നോക്കി നിൽക്കരുത്. ഇതിനകത്ത് ഹല്ലേലൂയ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. പരിശുദ്ധ ആത്മാവിന്റെ ഭയങ്കര ഒരു ഹല്ലേലൂയ കാണുന്ന ഒരു കാഴ്ച, ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ ഇതിനകത്ത് ചിലരുടെ മേൽ ആ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹൃദയത്തെ ദൈവസന്നിധി വിട്ടുകൊടുത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മാതാവിന്റെ മേൽ ഒരു ദൈവ സാന്നിധ്യം ശക്തിയോടെ തുറക്കട്ടെ. ശക്തിയോടെ ദൈവ സാന്നിധ്യം, ശക്തിയോടെ അസാധാരണമായ നിലയിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അസാധ്യമായ എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശരീരത്തിനകത്ത് നിന്ന് നീരുകൾ പോലെ എന്നെ നടത്തുന്നു.